വെള്ളാപ്പള്ളിയുടെ വലംകൈ എസ്.എൻ.ഡി.പി നേതാവ് കെ.എം. സന്തോഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂണിയന് വേണ്ടി ഭൂമി വാങ്ങിയതിൽ ക്രമക്കേട് നടത്തിയെന്ന പരാതിയിലാണ് അറസ്റ്റ്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗിരീഷ്മ, വലിയ ഒരു അഴിമതി, വലിയൊരു ക്രമക്കേടിൻ്റെ പരാതിയാണ് പോലീസിന് ലഭിച്ചിരുന്നത്. അതിനെ തുടർന്നാണ് നടപടികളിലേക്ക് നീങ്ങിയത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ വലങ്കൈയാണ് കെ.എം. സന്തോഷ് കുമാർ, മീനച്ചിൽ താലൂക്ക് യൂണിയൻ്റെ സെക്രട്ടറി കൂടിയാണ്. സംഭവങ്ങളുടെ പരാതിയുടെ വിവരങ്ങൾ ഇങ്ങനെയായിരുന്നു. എസ്.എൻ.ഡി.പി മീനച്ചിൽ താലൂക്ക് യൂണിയൻ 20 ഏക്കർ ഭൂമി വാങ്ങുന്നതിനായി 3 കോടി രൂപ യൂണിയൻ്റെ കണക്കിൽ ചെലവെഴുതി. അത് തൃപ്പൂണിത്തുറ സ്വദേശി ഭാസ്കരൻ എന്നൊരാളുടെ പേരുള്ള ഭൂമിയായിരുന്നു. പൂഞ്ഞാറിലുള്ള ഭൂമിയാണത്. എന്നാൽ ഈ ഭാസ്കറിൻ്റെ പേരിൽ ഭൂമി ഉണ്ടായിരുന്നില്ല. പകരം പി.സി. ജോർജിൻ്റെ ഒരു ബന്ധുവായ ടോമി എന്നയാളുടെ പേരിലാണ് ഈ എഗ്രിമെൻ്റ് എഴുതിയത്. ഇതിന് 3 കോടി ചെലവിടുകയും ചെയ്തു. 3 കോടി നൽകിയതായി കണക്കിൽ കാണിക്കുകയും ചെയ്തു. പക്ഷേ ഈ 1,30,00,000 രൂപ മാത്രമാണ് ഈ ഭൂമിയുടെ ഉടമയ്ക്ക് ലഭിച്ചത്. ബാക്കി 1,63,00,000 രൂപ ബിനാമികൾ വഴി സന്തോഷ് കുമാറിൻ്റെ കൈവശമെത്തിയെന്നായിരുന്നു പരാതി. ഈ 1,63,00,000 രൂപ കൈപ്പറ്റിയവരിൽ അന്നത്തെ യൂണിയൻ്റെ പ്രസിഡന്റ്, യൂണിയൻ ഓഫീസിലെ ജീവനക്കാർ തുടങ്ങിയവരായിരുന്നു ഉണ്ടായിരുന്നത്. പരാതിയെ തുടർന്ന് ഈ ആളുകളുടെ മൊഴി, ഈ ബാക്കി പണം കൈപ്പറ്റിയവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അതിൽ അവർ നൽകിയ മൊഴിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇങ്ങനെ എഴുതിയ തങ്ങളുടെ പേരിൽ വന്ന പണം തങ്ങൾ സന്തോഷ് കുമാറിന് കൈമാറുകയായിരുന്നു എന്നായിരുന്നു ഈ പണം ലഭിച്ചവരുടെ മൊഴി. ചുരുക്കത്തിൽ മീനച്ചിൽ താലൂക്ക് യൂണിയന് വേണ്ടി ഭൂമി വാങ്ങിയതിലെ ചെലവെഴുതിയതിൽ വലിയൊരു പങ്ക് സന്തോഷ് കുമാർ പോക്കറ്റിലിട്ടു, സ്വന്തമാക്കി എന്നുള്ളതായിരുന്നു പരാതി. ആ പരാതി, ഈ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പരാതി കൃത്യമാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് അല്പം മുമ്പ് പാലാ ഡിവൈഎസ്പി ഓഫീസിൽ സന്തോഷ് കുമാറിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എസ്.എൻ.ഡി.പി യൂണിയൻ മീനച്ചിൽ യൂണിയൻ ഓഫീസിലെ മുൻ ക്ലർക്ക് കെ.പി. ഗോപി, തെക്കേക്കര ശാഖ മുൻ പ്രസിഡന്റ് മണക്കാട് ഗോപി, എസ്.എൻ.ഡി.പി യൂണിയൻ്റെ മുൻ ഡയറക്ടർ ബോർഡ് അംഗം പുലിയന്നൂർ സ്വദേശിയായി കെ.ഐ. ഗോപാലൻ തുടങ്ങി 3 പേരാണ് പരാതി സമർപ്പിച്ചിരുന്നത്. ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലും ഈ പണം ലഭിച്ച പണം ആരുടെ പേരിലേക്ക് മാറിയോ അവരുടെ മൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് സന്തോഷ് കുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഗൗരവമുള്ള ഒരു കേസ് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം വലിയ ഒരു ക്രമക്കേട്, എസ്.എൻ.ഡി.പി യൂണിയൻ പോലുള്ള ഒരു സംവിധാനത്തിൻ്റെ പണം ക്രമക്കേടിലൂടെ അടിച്ചുമാറ്റി എന്നുള്ളതാണ് കേസ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ സന്തോഷ് കുമാറിനെ കോടതിയിൽ ഹാജരാക്കും. സാലി, മുൻ സർക്കാരിന്റെ കാലത്ത് പോലീസ് എഴുതിത്തള്ളാൻ ശ്രമിച്ചിരുന്ന ഒരു കേസായിരുന്നു ഇത്. ഈ സാഹചര്യത്തിൽ എന്തൊക്കെ പുതിയ തെളിവുകളാണ് പോലീസിന് ലഭിച്ചത്? വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്താനായി തീർച്ചയായും ഗിരീഷ്മ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇതേ ആളുകൾ ഇതേ പരാതി സമർപ്പിച്ചിരുന്നു. പക്ഷേ അന്നത്തെ പാലാ ഡിവൈഎസ്പി ഈ കേസ് അന്വേഷിച്ച് റെഫർ ചെയ്യാനായിരുന്നു ശുപാർശ ചെയ്തിരുന്നത്. അതിന് പിന്നിൽ പൊളിറ്റിക്കൽ രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. കാരണം ഈ സന്തോഷ് കുമാർ കെ.എം. മാണിയുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. പ്രാദേശിക കോൺഗ്രസ് നേതാവും കെ.എം. മാണിയായിട്ട് വളരെ ബന്ധമുള്ള, അന്ന് കെ.എം. മാണി UDF ഉണ്ടായിരുന്ന കാലത്ത് കെ.എം. മാണിയുടെ വലങ്കൈ എന്നറിയപ്പെട്ടിരുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും കെ.എം. മാണി കേസിൽ ഇടപെടുകയും അന്വേഷണം മരവിപ്പിക്കുകയും ചെയ്തു എന്ന ആരോപണം വരികയും ചെയ്ത കേസാണ്. പക്ഷേ ഭരണമാറ്റത്തോടുകൂടി ഇതേ പരാതിക്കാർ വീണ്ടും പരാതിയുമായി പോലീസിനെ സമീപിക്കുകയും കർശന നടപടിക്ക് നിർദ്ദേശം വരികയും ചെയ്തതിനെ തുടർന്നാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഇതിൽ കക്ഷികളായിട്ടുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയത്. വളരെ പ്രധാനപ്പെട്ട മൊഴിയാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം ആരുടെ പേരിലാണോ ഈ പണം വന്ന് സന്തോഷ് കുമാറിലേക്ക് എത്തിയത് അവരുടെ അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ച് അവരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. അവർ കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട്. തങ്ങളുടെ പേരിൽ വന്ന പണം തങ്ങൾ കൈപ്പറ്റി സന്തോഷ് കുമാറിന് കൈമാറുകയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവതരമായൊരു കേസ് എന്ന നിലയ്ക്ക് തന്നെയാണ് പോലീസിനെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. വെള്ളാപ്പള്ളിയുടെ വലംകൈ എസ്.എൻ.ഡി.പി നേതാവ് കെ.എം. സന്തോഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂണിയനു വേണ്ടി ഭൂമി വാങ്ങിയതിൽ ക്രമക്കേട് നടത്തിയെന്ന പരാതിയിലാണ് അറസ്റ്റ്.